ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് പല്ലിൻ്റെ ഇടയ്ക്കുള്ള വിടവുകളിൽ അഴുക്ക് കയറിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ കയറിയിരിക്കുമ്പോൾ നിങ്ങൾ ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്ന ആളാണോ? ഇത് കാരണം നിങ്ങൾക്ക് വളരെ വലിയ പ്രശ്നമുണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പല ആൾക്കാരിലും കണ്ടുവരുന്നതാണ് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ചിക്കൻ്റെ പീസ് അല്ലെങ്കിൽ ബീഫിൻ്റെ ഒരു കഷ്ണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ ബീഫിൻ്റെയോ അല്ലെങ്കിൽ ചിക്കൻ്റെയോ നാരുകൾ പല്ലിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും. ഉടനെ തന്നെ ടൂത്ത് പിക്ക് എടുത്ത് അത് കുത്തി അതെങ്ങനെയെങ്കിലും വെളിയിലെടുക്കാനുള്ള ശ്രമമാണ് ആൾക്കാർ പലതും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ പല്ലിന് എന്തെല്ലാം പ്രശ്നങ്ങൾ വരും നോക്കി കഴിഞ്ഞാൽ ഈ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കുകൾ ക്ലീൻ ആക്കുക മാത്രമല്ല ചെയ്യുക, ചില സമയത്ത് മുറിവുകൾ ഉണ്ടാക്കും. പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് മുറിവുകൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇങ്ങനെ മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസുകളും വളരെയധികം കൂടുതലാണ്. അതുപോലെ ഈ പല്ലിൻ്റെ ഇടയ്ക്കുള്ള വിടവുകളിലേക്ക് നമ്മൾ ഈ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് അഴുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഈ വിടവുകൾ കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതിന് ബെറ്റർ ആയിട്ടൊരു ഓൾട്ടർനേറ്റീവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഡെന്റൽ ഫ്ലോസ് എന്നത് വളരെ കോമൺ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു നൂല് പോലുള്ള വളരെ ചെറിയ നേർത്ത ഒരു നൂല് പോലുള്ള സാധനമാണ്. ഇതിന്റെ പ്രത്യേകത വളരെ നേർത്ത ആയതുകൊണ്ട് നിങ്ങളുടെ പല്ലുകളുടെ ഇടയിലുള്ള അഴുക്കുകൾ ക്ലീൻ ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നേരെയും സ്മൂത്തർ ആയതുകൊണ്ട് മുറിവുകൾ ഉണ്ടാകാനുള്ള ചാൻസുകളും വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് പല്ലിൽ അഴുക്ക് ക്ലീൻ ആക്കാൻ ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്നെങ്കിൽ ഇന്നു മുതൽ ഡെന്റൽ ഫ്ലോസിലേക്ക് മാറുക.